എല്ലാവർക്കും നമസ്കാരം. ഐസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണെന്ന് നോക്കാം. Six of Pentacles, Fool, Hermit, Tower, King of Pentacles, Three of Pentacles. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒത്തിരി സാധ്യതകളുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. ആദ്യം തന്നെ 6 of Pentacles and Fool എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്ന സമയമാണ്. അതായത് പുതിയ ഒരു തുടക്കമാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളൊരു പുതിയൊരു ജീവിതം തന്നെ ആരംഭിക്കുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം ഉത്സാഹഭരിതരായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വാസക്കുറവ്, അതായത് സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. സ്വയം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. സ്വയം വിശ്വസിച്ച് അതേപോലെ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവര്, സ്വന്തമായിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു വരുമാന മാർഗം ഇതുവരെ ഇല്ലാത്തവര്, ഒരു ജോലി തേടുന്നവര്, സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സ്വയം ഒരു വിശ്വാസമില്ല നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്ത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്തയൊക്കെ മാറി സ്വയം വിശ്വാസത്തോട് കൂടിയിട്ട് സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആരും ബിസിനസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ കുടുംബ ബന്ധം, നിങ്ങളുടെ സംസാര രീതി വളരെയധികം മറ്റുള്ളവരെ കുപ്പിയിലിറക്കുന്ന രീതിയിലുള്ളൊരു സംസാരമാണ് നിങ്ങളുടേതെന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു വാക്ചാതുര്യം നിങ്ങളിലുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ സംസാരിച്ച്, അതായത് അങ്ങനെയുള്ള കഴിവുള്ളവർ സംസാരിച്ച് ജോലിയിൽ നിങ്ങളുടെ സംസാരം, കമ്മ്യൂണിക്കേഷൻ അനിവാര്യമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകളുള്ളൊരു മാസമാണ്. നിങ്ങൾ സംസാരത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ സമ്പത്ത്, അതായത് സമ്പത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പോൾ വലിയ ചെലവുകളില്ലാതെ വരവ് കൂടുതലുള്ള ഒരു മാസം എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് വലിയ രീതിയിൽ കഴിയുന്ന ചെലവാകുന്നുണ്ടാവില്ല, പക്ഷെ ഒത്തിരി സമ്പത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഒരു മാസത്തേക്ക് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതല്ല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് എങ്ങനെ ഇപ്പൊ കയ്യിലുള്ള പൈസ എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ ഷെയർ ട്രേഡിംഗ്, ബിറ്റ് കോയിൻ, അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. അതിനെ പറ്റിയ ആളുകളെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന ഇതിനുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ സന്തോഷമുള്ള സമയം കൂടിയിട്ടാണ്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി യാത്ര ചെയ്യാനുള്ള അവസരം ഈ ഒരു മാസത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഹെർമിറ്റ് മോഡ് ആൻഡ് ടവർ എനർജി. ഹെർമിറ്റ് ആൻഡ് ടവർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ഒരു ദേവദൂതനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് എപ്പോഴും ഒരാളുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ചെന്ന് പെടാൻ പോകുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇതിനു വേണ്ടിയിട്ടാണോ പോകുന്നത്, അങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ
അങ്ങനെ ഒരു വലിയ പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളിലും. അപ്പോൾ നിങ്ങളായിട്ട് എന്തിലെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടാൻ പോകുന്നു എന്നറിയുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് സഹായിക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു വഴികാട്ടി. അപ്പോ ആ ഒരു മുന്നോട്ടേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് കുണ്ടും കുഴിയാണെങ്കിൽ അത് വിളക്ക് തെളിയിച്ചത് കാണിച്ചു തരുന്ന ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയാം. ആ ഒരു എനർജിയാണ്. നിങ്ങളെ ഈ ഒരു മാസത്തില് ലക്ഷ്മി സഹസ്രനാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ആരാധിക്കുക, ലക്ഷ്മി വിളക്ക് കത്തിക്കുക, അതേപോലെ ഉപ്പുവിളക്ക് കത്തിക്കാവുന്നതാണ്. നമ്മളുടെ സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉപ്പുവിളക്ക് എങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്നുള്ളത്. പ്രത്യേകിച്ച് ആഗ്രഹ സബലീകരണം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സബലീകരണത്തിന് ഉപ്പുവിളക്ക് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യാം. ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ഇത് വളരെ നിങ്ങൾക്ക് അതേപോലെ മഹാവിഷ്ണു, ലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നു. വളരെയധികം പല സാഹചര്യങ്ങളിലും നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഓം സൂര്യായ നമ എന്നുള്ളൊരു മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അത് രാവിലെ എഴുന്നേറ്റതിനു ശേഷം, കുളി കഴിഞ്ഞതിനു ശേഷം സൂര്യനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ജപിക്കാവുന്നതാണ്. കാരണം എല്ലാ കാര്യത്തിലും ഒരു മുന്നേറ്റം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. എല്ലാത്തിലും നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നുണ്ട്. നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ സംസാരവും റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, റൈറ്റിംഗ്, സ്പീക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, സംസാരവും എഴുത്ത് അതേപോലുള്ള കാര്യങ്ങൾ വളരെയധികം കഴിവ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു കാര്യത്തെ കുറിച്ചിട്ടായാലും നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു കൊച്ചു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും എന്ത് കാര്യത്തെക്കുറിച്ചായാലും നിങ്ങൾക്ക് വലിയ അറിവായിരിക്കും. ഏത് കാര്യത്തിനെ കുറിച്ചിട്ടും ഒരു അറിവും അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാനും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പൊതുവെ ആളുകൾ നിങ്ങളുടെ അറിവില് നിങ്ങളുടെ കഴിവിലും ഒക്കെ നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിലുള്ളവര്, പാരന്റ്സ്, അതേപോലെ മറ്റുള്ളവര് വളരെയധികം നിങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി ആൻഡ് 3 of Wands എനർജി, 3 of Pentacles എനർജി ആൻഡ് കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ പ്രവൃത്തി ഫലം, അല്ലെങ്കിൽ ഈ ഒരു മാസം പ്രത്യേകിച്ച് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം ലഭിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട്, സാമ്പത്തികം സഹായം നേടിയിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ കടങ്ങൾ തിരിച്ചു കിട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കും പൈസ തിരിച്ചു തരില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ പൈസ നിങ്ങളിലേക്ക് കൊണ്ട് തിരിച്ചു തരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കിയ വസ്തുവകകളൊക്കെ കിട്ടുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് നോക്കുക, ലോട്ടറി സാധ്യത വരെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അത്യധികം നല്ല ഒരു സമയമാണ്. അത്രയും നല്ലൊരു സമയമാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ചില ആളുകൾ മോട്ടിവേഷണൽ സ്പീക്കർ, അതുപോലെയുള്ള കാര്യങ്ങൾ, കൺസൾട്ടന്റ്, അങ്ങനെയുള്ള ജോലിയിലുള്ളവർക്കൊക്കെ നിങ്ങൾ വലിയ രീതിയിൽ പ്രശസ്തരാവുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജാതകത്തിൽ നോക്കുക, രാജയോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അനുഭവയോഗ്യത്തിൽ വരുന്ന സമയങ്ങളാണിപ്പോ. അത് ആ ഒരു ലെവലിലേക്ക് വരെ നിങ്ങൾക്ക് എത്താനുള്ള ഒരു സാഹചര്യം. അതുപോലെ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശവാസ യോഗമുണ്ട്. വിദേശത്തൊക്കെ യാത്ര പോകാനോ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റും വിദേശത്തേക്ക് പോകുന്നതിനുള്ള അവസരം വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. പുറം രാജ്യത്തേക്കൊക്കെ പോയിട്ട് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വം നേടുന്നതിനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യം കൂടി ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ
പഠിക്കാനായിട്ട് നിങ്ങൾ വിദേശത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും നിങ്ങൾ വീണ്ടും പഠിക്കാൻ പോകുന്നത് ജോലി നിർത്തിയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പഠിക്കാനായിട്ട് ഏതൊരു കോഴ്സോ സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.